ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു ബിജു. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ജെ ടീച്ചർ നമ്മുടെ മെമ്പറായി നമ്മളോടൊപ്പമുണ്ട്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ടീച്ചർ ജനവിധി എഴുതാനായിട്ട് ഇറങ്ങുകയാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഇനി വരാനുള്ള വർഷങ്ങളിലെ ടീച്ചറുടെ പ്രതീക്ഷകളെ പറ്റിയിട്ടും ടീച്ചറോട് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം. ടീച്ചറെ നമസ്കാരം. ടീച്ചർ, വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. 5 വർഷം ടീച്ചർ മെമ്പറായിട്ടിരുന്നു. ഈ സമയത്തുണ്ടായിരുന്ന ടീച്ചറുടെ എക്സ്പീരിയൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ 5 വർഷം മെമ്പറായിട്ടിരുന്ന സമയത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിലെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി എനിക്ക് മെമ്പറാകുവാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരോടും എന്നിൽ ഏൽപ്പിച്ച ജോലികൾ ഏകദേശം നമുക്ക് കൃത്യമായി ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. അതിനെ ഉപരിയായിട്ട് ഈ പ്രാവശ്യവും ഞാൻ അടുത്ത നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജനവിധി നേടുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ സ്ഥാനാർത്ഥിയായി. അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്ന അതേ സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം തന്ന് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 5 വർഷം തുടർന്ന ആ ഭരണ തുടർച്ചയെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ മെമ്പറായിട്ട് കയറിയെങ്കിലും നമ്മൾ ആദ്യം കയറുന്നത് ആദ്യത്തെ 2.5 വർഷക്കാലം നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച കോവിഡ് എന്ന മഹാമാരിയുടെ ഒരു കഠിനമായ ഇതിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ നമുക്ക് പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ ഒരുപാട് തടസ്സങ്ങൾ വന്നു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കോവിഡിനെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ വാക്സിൻ എടുക്കുന്നത്, നമ്മുടെ ഈ മുത്തോലി പഞ്ചായത്ത് ഇന്ത്യ മൊത്തം അതെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുത്തോലി പഞ്ചായത്തിൽ നമ്മുടെ വാക്സിനേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് 100% തന്നെ ചെയ്യുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ജോലി ഇല്ലായിരുന്നെന്ന് എല്ലാവരും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയങ്ങളിൽ എനിക്ക് നമ്മുടെ വാർഡിലെ ഓരോ വ്യക്തികളിലും ഓരോ വീടുകളിലും ചെന്ന് അവരുടേതായ പറ്റുന്ന ആവശ്യങ്ങളെല്ലാം നിറവേറ്റി, അതോ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി. അതിനകത്ത് നമ്മൾ നമ്മുടെ വാർഡിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ഒന്നുമില്ല. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് ഓരോ വീടുകളിലും ചെന്ന് അതിൻ്റെതായ കാര്യങ്ങൾ നടത്തുവാനും നമുക്ക് കിറ്റുകൾ വിതരണം ചെയ്യാനും എല്ലാവരുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മഴയുടെ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമുക്ക് ആദ്യത്തെ 2 വർഷക്കാലം സംഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് 3 വർഷത്തോളം നമുക്ക് കോവിഡും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുവാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എങ്കിലും എന്നെ നിങ്ങൾ ഓരോരുത്തരും ഏൽപ്പിച്ച ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുവാൻ എനിക്ക് ഏകദേശം സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഓരോരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനതീതമായിട്ട് നമുക്കൊന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ കയറുന്ന സമയത്ത് 5 വർഷം മുമ്പ് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നത്, നമുക്ക് ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബൾബ് മാത്രം കിട്ടും. നമുക്ക് പോസ്റ്റ് വഴി നമ്മൾ അതാത് മെമ്പർമാർ ചെന്നിടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം അത് മാറി നമുക്ക് ഒരു ബൾബ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വെളിച്ചത്തിന് അന്ന് തന്നെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് വരുന്ന ഏജൻസിക്ക് നമ്മൾ കൊടുത്തു, ടെൻഡർ കൊടുത്തു. അതനുസരിച്ച് വെളിച്ചത്തിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കഴിഞ്ഞ 5 വർഷക്കാലം. അതുപോലെ തന്നെ വെള്ളം, നമുക്ക് നല്ലൊരു ജലനിധി പദ്ധതി നമ്മുടെ മുത്തോലി പഞ്ചായത്തിലെ 8ാം വാർഡിൽ നടക്കുന്നുണ്ട്. നമുക്ക് 2 ജലനിധിയുണ്ട്. 2ഉം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ കമ്മിറ്റിക്കാർ. എങ്കിലും നമുക്ക് മോട്ടോർ പേരുടെ സാഹചര്യങ്ങളും, അതുപോലെ തന്നെ മോട്ടർ ഇല്ലാതെ ഒരു മോട്ടർ ഉണ്ടായിരുന്നു, അതിന്റെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജലജീവൻ മിഷനിൽ നിന്നും ഫണ്ട് അനുവദിച്ച് നമ്മുടെ ഗുണഭോക്തൃ വിഹിതം അടച്ചുകൊണ്ട് ഫണ്ട് അനുവദിച്ച് മോട്ടോർ പേര നന്നാക്കി മോട്ടർ നമ്മൾ 2ാമത് ഒരെണ്ണവും കൂടി വെച്ച് നമ്മുടെ ഈ വാർഡിലെ ഒരു ജലനിധിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആൾക്കാർക്ക് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. വെള്ളവും വെളിച്ചവും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് സാധിച്ചെന്നുള്ളതിൽ നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് റോഡിന്റെ മാത്രം അപ്പം വന്നിട്ടുണ്ട്. അത് റോഡിന് നമുക്ക് ഫണ്ട് വയ്ക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ നിയമവശങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇലക്ഷന് മുമ്പ് തന്നെ ആയിട്ട് നമുക്ക് ഓരോരുത്തർ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ 2 റോഡുകൾ നമുക്ക് അല്പം ചെയ്യാൻ താമസിച്ചു. എങ്കിലും നമുക്ക് ഓരോ റോഡുകൾക്കും ഫണ്ട് വയ്ക്കുവാനും ടെൻഡർ ചെയ്യാനും എഗ്രിമെന്റ് വയ്ക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്ത് തീർക്കുവാൻ സാധിച്ചില്ല. എങ്കിലും നമ്മളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ റോഡിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കും. അതിന് നമുക്ക് പേപ്പർ വർക്കുകൾ ഒന്നും തീരാനില്ല. ഇതിനെ നമ്മൾ മുൻപോട്ട് ഈ വികസനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്കറിയാം, നമുക്ക് ഇതിനെ അടുത്ത പ്രാവശ്യവും കൂടി എനിക്കൊരു 5 വർഷവും കൂടി അതിനുള്ള അവസരം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിച്ച് തന്നാൽ
ഈ വികസന തുടർച്ച നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എനിക്ക് നല്ല ടീച്ചറെ, ഉറപ്പുണ്ട്. ഇപ്പൊ നമ്മള് ടീച്ചർ റോഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. ഈ നമ്മുടെ നാട്ടിൽ നടത്തിയ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ വീട് മെയിൻ്റെനൻസ് പോലെയുള്ള ആ പദ്ധതികളെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ? നമുക്ക് ഈ ഒരു വർഷം നമുക്ക് 3 പേർക്കാണ് വീട് മെയിൻ്റെനൻസിന്. അത് നമുക്ക് ജനറൽ ആണെങ്കിൽ നമുക്ക് 50,000 രൂപയും SC-ക്കാണ് നമുക്ക് 1,00,000 രൂപയാണ്. അപ്പം ഈ കഴിഞ്ഞ 5 വർഷക്കാലവും നമ്മുടെ വാർഡിൽ 3 പേർക്കും, അപ്പം നമ്മളത് അവർ ഗ്രാമസഭയിൽ വന്ന് പങ്കെടുത്ത് അപേക്ഷകളെ വെച്ച് അത് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി പഞ്ചായത്തിൽ ഏൽപ്പിച്ചു. അത് നമുക്ക് VO വന്ന് അന്വേഷിച്ച് വരികയാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മുടെ വാർഡിലെ ഓരോ വർഷവും 3 പേർക്ക് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു അവർ വന്ന് നോക്കി അർഹതപ്പെട്ടവരാണ്, വീടിൻ്റെ പോലെ പോയതാണ്, അത് കണ്ട് നമ്മൾ കൊടുക്കുമ്പം അത് വീട് പണിത് കാണിച്ചതിന് ശേഷമാണ് ഇവർക്ക് സാമ്പത്തികം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആദ്യമേ വീട് പണിതതിന് ശേഷം നമുക്ക് ആ തുക കിട്ടും. അത് ബുദ്ധിമുട്ടുള്ളവർ ചുരുക്കം ചിലരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനെ സഹായിക്കാൻ സന്നദ്ധരായിട്ട് നമ്മുടെ നാട്ടിൽ നല്ലവരായ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ വീട് മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ നല്ലവരായ ചില വ്യക്തികൾ അവർക്കത് പണിത് കൊടുത്ത് ആ വീട്ടുടമസ്ഥന് അവരുടെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നതിന് ശേഷം ആ കടം വീട്ടിയവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊപ്പം അതിൻ്റെ പുറകിൽ നിന്ന് എന്നെ സഹായിച്ച നമ്മുടെ നാട്ടിലെ നല്ലവരായ ആൾക്കാരുണ്ട്. അതെനിക്ക് ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കക്കൂസ് മെയിൻ്റെനൻസിന് നമുക്ക് നമ്മുടെ വാർഡിൽ നമുക്കറിയാം കക്കൂസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നും. പക്ഷെ പലരുടെയും നമുക്കറിയാം, ഇന്ന് നമുക്ക് കുട്ടികളും എല്ലാം നമുക്ക് എല്ലാവരുടെയും കക്കൂസുകൾ മോശമാണ്. പലരുടെയും കക്കൂസുകൾ നമുക്ക് മോശമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് നന്നാക്കുവാൻ ടോയ്ലറ്റ് നവീകരണത്തിന് വേണ്ടി നമ്മൾ തുക കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ കൃത്യമായിട്ടത് ഉപയോഗിച്ചിട്ടുണ്ട്. ടീച്ചറെ, ഇപ്പം നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും കാർഷിക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആൾക്കാരുള്ള ഗ്രാമമാണ്. അപ്പോൾ ഇവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ 5 വർഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേ? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കൃഷി, അതുപോലെ തന്നെ പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ എല്ലാം ഉണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് തൊഴുത്തുകൾ പണിയുന്നതിന് നമുക്ക് NRGയിൽ ഉൾപ്പെടുത്തി നമുക്ക് 2 പേർക്ക് തൊഴുത്ത് പണിത് കൊടുക്കുവാൻ സാധിച്ചു. അത് നമുക്ക് തൊഴുത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് അളവും അതിൻ്റെ കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് 1,00,000 രൂപ വരെ ആണ് അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പശു വളർത്തുള്ളവരാണ്, പാല് വിറ്റ് മാത്രം ജീവിക്കുന്ന ഞാൻ കൊടുത്ത 2 പേർക്കും തൊഴുത്തില്ലാത്തവരായിരുന്നു. അവർക്ക് ആ തൊഴുത്ത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിലുപരി ഒരു തൊഴുത്ത് കിട്ടിയ ഒരാൾ വനിതയാണ്, അവിടുത്തെ ഗൃഹനാഥ. അവിടുത്തെ ഗൃഹനാഥന് സുഖമില്ലാത്ത ആളാണ്. അപ്പം നമുക്ക് അവരാ പാൽ വിറ്റ് മാത്രം ജീവിക്കുന്നതാണ്. അപ്പം നമുക്ക് അവർക്ക് തൊഴുത്ത് കൊടുക്കുന്നതിന് നമുക്ക് പണിയുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമ്മൾ പണിത് കഴിഞ്ഞ് കാണിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. നമുക്ക് ഫണ്ട് അനുവദിക്കാൻ നമുക്ക് 1,00,000 രൂപ മുടക്കി, അല്ലെങ്കിൽ 75,000 അല്ലെങ്കിൽ 1,15,000 രൂപ മുടക്കി അവർക്ക് സാധാരണപ്പെട്ട ആൾക്കാരാ പണിയാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടും ഞാൻ ആ വീട് മെയിൻ്റെനൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തതിൽ നിന്ന് നമുക്ക് പണിത് കൊടുക്കുവാനായിട്ട് സന്നദ്ധരായിട്ടുള്ള നല്ലവരായ ആൾക്കാരുടെ സഹായം കൊണ്ട് അവർക്ക് ആ തൊഴുത്ത് പണിത് കൊടുക്കുവാൻ സാധിച്ചു. അപ്പം അതിനുശേഷം നമുക്ക് ആ ഫണ്ട് ആ തൊഴുത്ത് പണ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയതിന് ശേഷം കടമായിട്ട് അവരുടെ കയറി അവർ ആ കടം വീട്ടിന് തുല്യമായിട്ടാണ് ആ പണിത് കൊടുത്ത വ്യക്തികൾക്ക് അവർ തമ്മിലുള്ള വ്യവസ്ഥയുടെ പുറത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാൻ നമ്മളെപ്പോലെ സാധനക്കാർക്ക് നമുക്ക് 1,75,000 രൂപ മുടക്കുന്ന ഒരു തൊഴുത്ത് പണിയാന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ കോഴിക്കൂട് പണിത്, ഒരു കോഴിക്കൂട് പണിതാൽ നമുക്ക് 20,000 രൂപ 18,000 രൂപയ്ക്ക് കോഴിക്കൂടിൻ്റെ അളവനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. അതുപോലും പണിയാൻ നമുക്ക് കോഴി വളർത്തി ജീവിക്കുന്നവർക്ക് നമുക്കറിയാം കോഴിത്തീറ്റയുടെ വിലയും എല്ലാം വെച്ച് ബുദ്ധിമുട്ട്. പക്ഷെ അതും നമുക്കിതുപോലെ പണിത് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പണിത് കൊടുത്ത് അവരുടെ ഫണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ തുക കൊടുക്കുന്നത്. നമുക്ക് 2 തൊഴുത്ത് പണിയാൻ സാധിച്ചു. അതുപോലെ തന്നെ 2 കോഴിക്കൂട് പണിയാൻ സാധിച്ചു. ആട്ടിൻകൂട് നമുക്ക് 3 പേർക്ക് പണിത് കൊടുക്കുവാൻ സാധിച്ചു. അവരെല്ലാം ആ സ്വയം തൊഴിലായിട്ടുള്ള ആ മാർഗങ്ങൾ ഇപ്പോഴും അതുകൊണ്ട് നമ്മൾ വരുമാന മാർഗമായിട്ട് തന്നെ ജീവിക്കുന്നവരാണ്.
അതിന്റെ അകത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദിച്ചു. ഈ അതായത് ടീച്ചർ പറഞ്ഞ പദ്ധതികൾ വെക്കുകയോ പദ്ധതികൾ പാസ്സാക്കി എടുക്കുകയോ ഒന്നും അല്ലാതെ അവർക്ക് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ സർക്കാർ നമുക്ക് പദ്ധതികൾ പലതും തരുന്നുണ്ട്, അത് നമ്മൾ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുക. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്കറിയാം നമ്മുടെ ഒരു നിയമം അനുസരിച്ച് അത് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് ഫണ്ട് റിലീസായിട്ട് ചെയ്യുവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മോനൊരു ഇത് വേണം, തൊഴുത്ത് വേണം, അത് പണിയാനുള്ള സാമ്പത്തികം കൈ കാണില്ലായിരിക്കും, പക്ഷെ അവർക്ക് അത് ആവശ്യമായിരിക്കും തന്നെ. അപ്പം നമ്മൾക്ക് അതിൻ്റെതായ പണിത് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന നല്ലവരായ വ്യക്തികൾ അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അത് ഞാൻ കണ്ടെത്തി. എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ നല്ലവരായ ആൾക്കാരിൽ നിന്നും നമ്മൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് അത് നമുക്ക് പേരെടുത്ത് പറയാവുന്ന ആൾക്കാരാണ്. ഞാൻ പിന്നെ എല്ലാവരും നമ്മൾ കൂടപ്പുറപ്പുകളാണ്, നമ്മളത് പറയണ്ടല്ലോ. അവിടെ ഓരോ വ്യക്തികളെ നമുക്കറിയാം. ടീച്ചർ, നമ്മൾ കുറെ കാര്യത്തെ പറ്റി സംസാരിച്ചു. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആരോഗ്യം. നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? നമുക്ക് നമ്മുടെ ഈ മുത്തോലി പഞ്ചായത്തിലെ PTC ആണ് നമ്മുടെ പന്തത്തിലെ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രം. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിന് മുൻപ് പ്രവർത്തിച്ചിരുന്നതല്ല. നമുക്ക് ആര് ചെന്ന് നോക്കിയാലും കാണും. അത് പഞ്ചായത്തിന്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് നടക്കുന്നത്. അതിലുപരി അവിടെ നമുക്ക് നമ്മുടെ മുത്തോലി പഞ്ചായത്തിൽ ഒരു ആംബുലൻസ് സർവീസ് ഇല്ലായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആംബുലൻസ് തന്നു. നമുക്ക് 24 മണിക്കൂറും മുത്തോലി പഞ്ചായത്തിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വേണ്ട ഒരു സൗജന്യമായിട്ട് നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസ് നിലവിലുണ്ട്. അതേപോലെ തന്നെ മുത്തോലി പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷവുമായിട്ട് നമുക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സാന്ത്വനം എന്നൊരു പരിപാടി, അത് ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന്, നമുക്കറിയാം നമുക്കിന്ന് മിക്കവാറും എല്ലാവരും തന്നെ പ്രഷറുമായിട്ട് ഷുഗറൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഈ ഭാഗം നമുക്കറിയാം, നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് കുന്നും പ്രദേശങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ നമുക്കൊന്ന് ഒരു ഷുഗർ നോക്കണമെങ്കിലോ ഒരു പ്രഷർ നോക്കണമെങ്കിലോ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിലോ പോകുന്ന ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പം വീട്ടിൽ ചെന്ന് 60 വയസ്സ് കഴിഞ്ഞവരുടെ പ്രഷർ നോക്കുക, ഷുഗർ നോക്കുക, അതിനു വേണ്ടിക്കുന്ന സാന്ത്വനം എന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കി നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു. അത് നമുക്ക് വിജയകരമായിട്ട് നടത്തുവാൻ സാധിച്ചു. അത് നമ്മുടെ ആശാവർക്കർമാരും നമ്മുടെ PHCയിലെ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആരോഗ്യപ്രവർത്തകരും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യുവാൻ സാധിച്ചു. അത് നമുക്കറിയാം, ഏത് വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന്, അത് ഏറ്റവും ഉപരി എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെന്നെടുക്കുകയല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഷുഗർ നോക്കേണ്ടവർക്ക് രാവിലെ 6 മണിക്ക് അവരെ വിളിച്ചേൽപ്പിച്ച് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് വീട്ടിൽ ചെന്നാലും അവർക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ടീച്ചർ, അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് അമ്മമാരെയൊക്കെ കണ്ട സമയത്ത് അവർ പോയ ഒരു വിനോദയാത്രയെ പറ്റി വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്നത് കേട്ടു. അതെന്താ പഞ്ചായത്തിന്റെ ഒരു പദ്ധതി അങ്ങനെയാണ്? അത് പഞ്ചായത്ത്, നമ്മുടെ മുത്തോലി പഞ്ചായത്ത് അതിധീരമായിട്ട് ഏറ്റെടുത്തൊരു പദ്ധതിയാണത്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളത് 7 ബസ്സിന് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും 13 വാർഡിൽ നിന്നും കൂടെ നമുക്ക് നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞവരെ വലിച്ചന്മാരെയും വല്യമ്മമാരെയായിട്ട് നമുക്ക് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അത് നമ്മൾ വല്ലാർപാടം പള്ളി, അതുപോലെ തന്നെ എറണാകുളം ഭാഗങ്ങൾ, നമ്മൾ തൃപ്പൂണിത്തറ, അങ്ങനെ പല ഭാഗങ്ങളും പറയും മെട്രോ. അത് നമ്മൾ ഈ വർഷം നമ്മൾ 11 ബസ്സിനാണ് നമ്മൾ പോയത്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്തുള്ളതിൽ പലരും നമുക്കൊരു മെട്രോയിൽ കയറാൻ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കും. നമ്മൾ മെട്രോയിൽ കയറി യാത്ര ചെയ്തു 1 മണിക്കൂർ, അതുകൂടെ വാട്ടർ മെട്രോയിൽ കയറി. അത് അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് നമ്മൾ രാവിലെ 7 മണിക്ക് നമ്മുടെ വാർഡിൽ നിന്നും പുറപ്പെട്ട് നമ്മൾ എല്ലാവർക്കും നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാപ്പി കൂടി കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടു കൂടി എല്ലാവരും യാത്ര ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ ചെന്ന് കണ്ട് സന്തോഷിച്ചു. അത് അവരുടെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി. എന്നെ ഇവിടെ നമ്മുടെ വാർഡിൽ നിന്നും അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ 13 വാർഡിൽ നിന്നും പോയ എല്ലാ അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. നമുക്കറിയാം നമ്മളുടെ ഓരോ തിരക്കുകൾ, നമ്മുടെ മക്കളുടെ തിരക്കുകൾ കാരണം നമുക്ക് ഇവരെയും കൊണ്ട് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നടക്കാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മുടെ തൊഴിലും കാര്യങ്ങളും എല്ലാമായിട്ട് ഇവരെയും കൊണ്ട് രാവിലെ 7 മണിക്ക് നമ്മുടെ ഓരോ വാർഡുകളിൽ നിന്നും ബസ് പുറപ്പെട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞ് യാത്ര ഇറക്കി നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് നമ്മൾ പാചകം ചെയ്ത് കൊണ്ടുപോകാൻ
പുറത്തുനിന്ന് യാതൊരുവിധ ആഹാരങ്ങളും ആരും കഴിച്ചിട്ടില്ല. പല ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വന്നേ, പക്ഷെ അതൊന്നും നമുക്ക് വേണ്ടി വന്നില്ല. എല്ലാവരും സന്തോഷത്തോട് സുഖകരമായ ഒരു യാത്രയും ഉല്ലാസയാത്രയായിരുന്നത്. അത് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ രാത്രി 10 മണിക്ക് നമ്മൾ ഭക്ഷണവും കഴിഞ്ഞാണ് അവരെ ഓരോരുത്തരെയും നമ്മൾ വീടുകളിൽ കൊണ്ടാക്കിയത്. അത് നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരോട് ചെയ്ത ഏറ്റവും നല്ലൊരു പദ്ധതിയാന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടപ്പിലാക്കിയത്. ഞങ്ങൾക്ക് ഓരോ മെമ്പർമാർക്കും 13 പേർക്കും അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അതിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു അവസരമാണിത്. ഏറ്റവും തിരക്ക് പിടിച്ചൊരു സമയത്തൂടെ നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. ഇനി ഏതാണ്ട് 10-20 ദിവസം കൂടി ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ അവസരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സമയത്ത് ജനങ്ങളോടായിട്ട് എന്താ ടീച്ചർക്ക് പറയാനുള്ളത്? എനിക്ക് ആദ്യം തന്നെ ജനങ്ങളോട് എൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറയാണ്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ എന്നെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ ഞാൻ നിറവേറ്റി. നമ്മൾ ഒത്തൊരുമിച്ച് കഴിഞ്ഞ 5 വർഷം ഈ നാടിൻ്റെ വികസനത്തിനായി നമ്മൾ പോരാടി. ആ ഒപ്പം തന്നെ ഞാൻ ഈ വർഷവും ജനവിധി തേടുകയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ എനിക്ക് താമര അടയാളത്തിൽ ചെയ്ത് എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിച്ച് നമ്മുടെ നാടിൻ്റെ തുടർ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും എല്ലാവരോടും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി താമര അടയാളത്തിൽ നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ വോട്ടുകൾ നിങ്ങളുടെ സ്വന്തം ജയ ടീച്ചറിന് നിങ്ങളുടെ സ്വന്തം മകൾക്ക് തന്ന് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ടീച്ചർ അപ്പം ജയിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.